കടലിനും കായലിനും ഇടയിലുള്ളൊരു തുരുത്ത്, അവിടെ അത്ഭുതങ്ങളും ആഗ്രഹങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നൊരു ക്ഷേത്രം, കാട്ടിലമ്മയുടെ കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം. ഇന്നത്തെ യാത്ര അവിടേക്കാണ് കേട്ടോ. ചവറയ്ക്കടുത്തുള്ള പൊന്മന എന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കടത്തുവഞ്ചിയും അതുപോലെ തന്നെ ക്ഷേത്രം വക ഫ്രീ ജങ്കാർ സർവീസും ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കടലിൽ നിന്ന് ഏതാണ്ട് 10 മീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും 5 കിണറുണ്ട്. വെള്ളത്തിനൊന്നും ഉപ്പ് രസമില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. 2004 സുനാമി ഉണ്ടായ സമയത്ത് പോലെ ഈ അമ്പലത്തിന് ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ഈ അമ്പലത്തിൽ ഏകദേശം ഒരു 7-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ തോന്നും. അതാ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നട തുറന്ന് അടയ്ക്കുന്ന സമയം വരെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് പൊങ്കാല ഇടാനുള്ള സൗകര്യമുണ്ട്. പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നെത്തുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് കടലിൻ്റെ ഇരമ്പൽ നാദവും മണികളുടെ കിലുക്കവും എല്ലാം. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു അമ്പലം കൂടിയാണ് ഈ ദേവീക്ഷേത്രം. അമ്മയെ കണ്ട് തൊഴുത് ആഗ്രഹവും മനസ്സിൽ വിചാരിച്ച് വിശ്വാസത്തോടു കൂടി ആൽമരത്തിന് ചുറ്റും 7 വലം വെച്ച് മണി കെട്ടിയാൽ കാട്ടിലമ്മ നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരും എന്നാണ് വിശ്വാസം. ഞാൻ മനസ്സിൽ വിചാരിച്ച് മണി കെട്ടിയ കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഇനിയും അമ്മയുടെ നടയിൽ തിരിച്ചു വരാൻ കഴിയണേ എന്നൊരാഗ്രഹത്താൽ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ.